അങ്ങനെ സൂര്യ മാനസയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുകയാണ്. തിരുമേനി താലി എടുത്തിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിലോ ഭാവനയോട് പൂജയും അർജുനും കൂടെ സൂര്യയുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഭാവനയുടെ മനസ്സാകെ ആടി ഉലയാൻ കേട്ടോ. ഭാവനയുടെ കൈയും കാലും പതിയെ ചലിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ അവരുടെ പഴയ കാലത്ത് സൂര്യയും അവളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ മിന്നി മറയാൻ കേട്ടോ മനസ്സിൽ. സൂര്യ താലിയെടുത്ത് മാനസയുടെ കഴുത്തിൽ കെട്ടാൻ ഒടുങ്ങാണ്. ആ സമയത്ത് തന്നെ ഭാവന സൂര്യ എന്ന് വിളിക്കാൻ കേട്ടോ. ഇത് കേട്ട് എല്ലാവരും ഒന്ന് സ്റ്റക്കാണ്. സൂര്യ ഭാവനയെ തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ. പതിയെ ഭാവന ഇരുന്ന വീൽചെയറിൽ നിന്ന് എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ്. പൂജയും അർജുനും കൂടി അവളെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. നിനക്ക് പറ്റും ഭാവന, എഴുന്നേറ്റ് നിൽക്കുന്ന പറഞ്ഞ് ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എഴുന്നേൽക്ക് ഭാവന, എഴുന്നേൽക്ക്. പതിയെ ഭാവന കാല് നിലത്തേക്ക് വെക്കുകയാണ്. വീൽ ചെയറിന്റെ കൈ കുത്തി പിടിക്കുകയാണ്. എന്നിട്ട് അവളതാ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും ഒരു നിമിഷം സന്തോഷപൂർവ്വം ഷോക്കായി നോക്കി നിൽക്കാൻ കേട്ടോ. അവസാനം പൂജയുടെയും അർജുൻ്റെയും സഹായത്തോടു കൂടി അവൾ എഴുന്നേറ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് സൂര്യ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. പതിയെ ഭാവന മറ്റൊരു സഹായമില്ലാതെ പിച്ചവെച്ച് തുടങ്ങിയിട്ടോ. ജാനകിയുടെയും വിജയപത്മയുടെയും മുഖം കാകന ആകെ വിളറി വെളുത്ത് ഷോക്കായിട്ട് ഇരിക്കുകയാണ്. അവർ എഴുന്നേറ്റ് നിന്ന് കണ്ണ് തിരുമ്മി നോക്കുന്നുണ്ടോ, ഇത് സത്യം തന്നെയാണോ? പിന്നീട് പരസ്പരം നുള്ളി നോക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. ഗായത്രിയും മായയും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ നിൽക്കുന്നുട്ടോ ഈ രംഗം. അങ്ങനെ ഭാവന നടക്കുകയാണ്. അതിനിടയിൽ താഴെ വീഴാണ് കേട്ടോ. ഭാവന വീണത് കണ്ട് പൂജ ഓടിച്ചെന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അർജുൻ അവളെ തടയാണ്. ഉടനെ തന്നെ ഗായത്രിയും ഭാവനയെ പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അർജുൻ പറയുന്നുണ്ട് ആരും തുടരുത് എന്ന്. വീണെടുത്ത് നിന്ന് എണീക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ഭാവന സൂര്യയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ സൂര്യ പതിയെ നടന്നു വന്ന് അവളുടെ കൈ പിടിച്ച് എണീപ്പിച്ച് നിർത്തുന്നത്. ഭാവന സ്വയം എണീറ്റ് നിൽക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ. ഇതെല്ലാം കണ്ട സന്തോഷത്തിൽ സൂര്യ മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ജയയും മാനസയും അവളുടെ അച്ഛനും എല്ലാം സൂര്യയെ പിടിച്ചിരുത്തുന്നുണ്ട്. എല്ലാവരെയും തട്ടി മാറ്റി എഴുന്നേറ്റ് ഓടി ഭാവനയുടെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ സൂര്യ. ശേഷം ഭാവനയും കൊണ്ട് സൂര്യ കതിർമണ്ഡപത്തിലേക്ക് നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആകെ ഷോക്കായിട്ട് തളർന്നു നിൽക്കുന്ന മാനസയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെഞ്ചിൽ കൈ വെച്ചുകൊണ്ടാണ് ജയയുടെ നിൽപ്പ്. അങ്ങനെ സൂര്യയും ഭാവനയും കതിർമണ്ഡപത്തിലേക്ക് എത്തി നിൽക്കുന്നു. ജാനകിയും വിജയപത്മയും കൂടി ഇതിനെ എതിർക്കുകയാണ് ഈ വിവാഹത്തെ കേട്ടോ. പിന്നീട് കതിർമണ്ഡപത്തിൽ ആകെ ബഹളമായിരുന്നു. ഒരു കൂട്ടർ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ മറു കൂട്ടർ അവരെ തള്ളി മാറ്റുകയാണ്. ഇത് നടക്കാൻ പാടില്ല എന്ന നിശ്ചയത്തിൽ. അങ്ങനെ പൂജയും അർജുനും കൂടി ഇവർക്ക് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും എല്ലാം സൂര്യയെ പിടിച്ചു തള്ളുന്നുണ്ട് കേട്ടോ. പിന്നീട് അർജുൻ പറയാണ് ഇവരുടെ പ്രണയം 100% സത്യമാണെന്ന് എന്നതിന് തെളിവാണ് ഇപ്പോൾ നാം കണ്ടത്. ആ തെളിവൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭാവനയെ മാറ്റുകയാണ് കേട്ടോ അജയൻ അവിടെ നിന്ന്. പക്ഷെ ഈ സമയം ദേവൻ സന്തോഷത്തോടെ അവനെ പിടിച്ചു മാറ്റുകയാണ്. പിന്നീട് പൂജയും അർജുനും കൂടി മാനസ ഇരിക്കുന്നിടത്തു നിന്നും എണീപ്പിച്ച് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇത് എന്ത് ഏർപ്പാടാണ്? ഇവിടെ നടക്കേണ്ടത് സൂര്യയുടെയും മാനസയുടെയും വിവാഹമാണ്, അല്ലാത്ത സൂര്യയുടെ ഭാവനയുടെയും അല്ല. എന്ത് ഭ്രാന്താണ് നിങ്ങളൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടെന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് പൂജ അവരോട് പറയുന്നുണ്ട് ഭാവനയുടെ വിവാഹം ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കേണ്ടത് നിങ്ങളല്ലേ, എന്നിട്ട് ആ നിങ്ങളാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശേഷം അർജുൻ മാനസയെ പിടിച്ച് നിർത്തിയിട്ട് പറയാണ് ഇവർ വിവാഹം കഴിക്കുന്നതിൽ മാനസയ്ക്ക് ഒരു എതിർപ്പും ഉണ്ടാകില്ല, അവൾക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. ഭാവന ചലിക്കാൻ തുടങ്ങിയതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മാനസയായിരിക്കും. നിനക്ക് ഈ വിവാഹത്തിൽ വല്ല എതിർപ്പുമുണ്ടോ എന്ന് ചോദിക്കാണ്ട് അർജുൻ മാനസയോട്. അവൾ മനസ്സിലോടെ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ് അവിടെ. ഇത് കേട്ട് അവളുടെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോവുകയാണ്. പിന്നീട് മണ്ഡപത്തിൽ ആകെ ബഹളാണ് കേട്ടോ. പിന്നീട് അർജുൻ നിർത്തിവെച്ച വാദ്യഘോഷങ്ങളോടൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറയാണ്. തിരുമേനി മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഇങ്ങനെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ സൂര്യയുടെ ഭാവനയുടെ വിവാഹം നടക്കുകയാണ്. അവർ പരസ്പരം ഹാരം കൈമാറുകയും സൂര്യ ഭാവനയുടെ നെറ്റിയിൽ സിന്ദൂരം അണിയിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഈ കാഴ്ച കണ്ട് ജാനകിയും പത്മനും അംബാലികയും അതുപോലെ മാനസയുടെ അച്ഛനും അമ്മയും എല്ലാവരും കരയാണ്. മറിച്ച് ഭാവനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഭയങ്കര ഹാപ്പിയായി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജയപത്മൻ ആകെ എതിർത്ത സമയത്ത് രമേശനും സേതുവും കൂടി അയാളെ അവിടുന്ന് പൊക്കി കൊണ്ടുപോവുകയാണ്. മാനസയാകട്ടെ ആകെ തകർന്ന് സങ്കടത്തോടു കൂടി അവളുടെ അച്ഛൻ്റെ തോളിലേക്ക് വീഴുകയായിരുന്നു. ഭാവന മാനസയോട് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഈ വീൽ ചെയറിൽ നിന്ന് ഒന്ന് എണീറ്റ് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ സൂര്യയുടെ അടുത്തേക്ക് ഓടി വന്നേനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ അപ്പോഴൊന്നും അവൾ ഒട്ടും ഇങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. സൂര്യയാകട്ടെ നഷ്ടപ്പെട്ട് പോയ തൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. ഗായത്രി അമ്മയുടെ മുഖത്ത് ഇരട്ടി മധുരാണ് കേട്ടോ. ഒന്ന് അവരുടെ മകൾ വീൽ ചെയറിൽ നിന്നും എണീറ്റ് നടക്കുന്നത് കണ്ട് ആ ഒരു സന്തോഷവും അതിനോടൊപ്പം തന്നെ സൂര്യയുമായിട്ടുള്ള അവരുടെ ആ പഴയ ജീവിതം തുടങ്ങുന്നതിൻ്റെ ഒരു അസുലഭ മുഹൂർത്തവും കൂടിയാണ് അവിടെ നടന്നിരിക്കുന്നത്.
ഇങ്ങനെ അങ്ങനെ പലതരം ഫീലിങ്സും ഇമോഷൻസൊക്കെ ഇന്ന് ആ മണ്ഡപത്തിൽ മിന്നി മറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. സൂര്യമാനസ വിവാഹത്തെ സപ്പോർട്ട് ചെയ്ത് സന്തോഷിച്ചു നിന്നവർ ആ ഒരു നിമിഷം കരയായിരുന്നു കേട്ടോ. അതേസമയം മാനസികമായിട്ടുള്ള വിവാഹത്തിലെ എതിർത്ത് വിഷമിച്ചിരുന്നവർ ഭാവനയുമായിട്ടുള്ള വിവാഹം നടന്നപ്പോൾ വളരെ സന്തോഷിച്ചിരിക്കുന്ന ഒരു മൊമെൻറ്റുമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതേസമയത്തിന് സ്റ്റേജിൻ്റെ മറ്റൊരു ഭാഗത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒന്നും പറയാൻ കഴിയാതെ തകർന്നു നിൽക്കുന്ന ജയയെ നമുക്ക് കാണാട്ടോ. അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ടായിരുന്നു ഇതെല്ലാം നോക്കി നിന്നത്. പിന്നീട് അവർ എന്തൊക്കെയോ അസ്വസ്ഥത വന്ന് ബോധം നഷ്ടപ്പെട്ട് സ്റ്റേജിന് താഴെ വീഴുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഷോക്കായി ജയയെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ നിന്നും ഡോക്ടർ വിശദമായിട്ട് ചെക്കപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഭാവനയുടെ അടുത്തൊരു ഫ്രണ്ടായിട്ടുള്ള നഴ്സ് പറയുന്നുണ്ട്, നല്ല കള്ളിയാണ് ഇവർ. എന്തൊക്കെയായിരുന്നു ഭാവനയുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയം. അതെന്തായാലും ഇപ്പോൾ ഈശ്വരൻ ശരിക്കും റിയാലിറ്റി ആക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നീണ്ട ചെക്കപ്പിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, പെട്ടെന്നുണ്ടായ എന്തോ ഒരു ഷോക്കിൻ്റെ മേലുണ്ടായതാണ്, ഇങ്ങനെ അധികം മെൻ്റലി സ്ട്രെയിൻ ചെയ്യാൻ വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ഭാവനയും സൂര്യയും ദേവനും എല്ലാവരും ജയയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഇനി സൂര്യയെയും ഭാവനയും എങ്ങനെ അകറ്റാമെന്ന് അവർ ആലോചിച്ചുകൊണ്ട് മനഃപൂർവ്വം അഭിനയിച്ച് കിടക്കുന്നതും ആയേക്കാം. ഡോക്ടർ വന്ന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശ്വാസം തോന്നാൻ കേട്ടോ. അല്പനേരം ഒബ്സർവേഷനിൽ കിടന്നതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാമെന്ന് പറയാണ്. ആ സമയത്ത് ഭാവനയും സൂര്യയും അമ്മയെ കയറി കാണാൻ കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൂര്യ. സൂര്യയുടെ മുന്നിൽ വെച്ച് ജയക്ക് പ്രതിഷേധമൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ഭാവനയെ സ്വീകരിക്കാൻ അവർക്കും എതിർപ്പൊന്നുമില്ല എന്ന രീതിയിലായിരുന്നല്ലോ ഇതുവരെയുള്ള അഭിനയം. പിന്നീട് ഭാവനയോട് പറയുന്നുണ്ട്, ജ്യോത്സ്യൻ അങ്ങനെ പറഞ്ഞിട്ടും നീ എന്താണ് ചെയ്തത്, സൂര്യയുടെ ജീവൻ ആപത്താണെന്നൊക്കെ നിനക്കറിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ ഭാവന സത്യങ്ങളെല്ലാം പഴിച്ചു പറയുന്നത്. ഇത് ശരിക്കും ജാനകിയും ജയപത്മൻ ജയയും കൂടി ഒത്തു കളിച്ചതാണെന്നും ജ്യോത്സ്യനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതാണെന്നൊക്കെ അവർ അവിടെ പറയാൻ കേട്ടോ. ഇത് കേട്ട് ജയ വീണ്ടും ഷോക്കാവാണ്. ആൻറ്റി ആദ്യം പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം കളവ് പറയിപ്പിച്ചിരുന്നു ജ്യോത്സ്യനെ കൊണ്ട്. എന്നാൽ ഇതാ ഇപ്പോൾ ഈശ്വരൻ ആൻറ്റിക്ക് ആ കളവ് ദൈവം സത്യമാക്കി തന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നാണം കെട്ട് കിടക്കുകയാണ് ജയ ഇവിടെ.